ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ വീഡിയോയിൽ ഓൾറെഡി കണ്ട പോലെ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ. ഇന്നൊരു വർക്ക് ഫ്രം ഓഫീസ് ഡേ ആണ്. അപ്പോൾ ഞാൻ എണീക്കുന്നത് മുതൽ ഓഫീസിൽ പോകുന്ന വരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് വെള്ളം കുടിക്കും. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒരു കവിള് വെള്ളം കുടിക്കും, ആ തൊണ്ടയുടെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നേരെ ബാൽക്കണിയിലോട്ടാണ് ചെല്ലണത്. ഇവിടെ കേർട്ടനൊക്കെ മാറ്റി കുറച്ച് നേരം ബാൽക്കണിയിൽ അങ്ങനെ നിൽക്കും. ഇവിടെ നിന്ന് ബാൽക്കണിയിലെ വ്യൂ നല്ല രസമാട്ടോ. നേരെ താഴെ സ്വിമ്മിംഗ് പൂളാണ്. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരണ്ടേ. അത് കഴിഞ്ഞ് ഇതൊരു കോമ്പൗണ്ട് ആട്ടോ, അതായത് നമുക്കൊരു 4-5 ഫ്ലാറ്റ്സ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പം ബാൽക്കണിയിൽ നിന്ന് ഫേസ് ചെയ്യണത് അങ്ങനത്തെ ഫ്ലാറ്റ്സിലോട്ടും കൂടെയാണ്. കുറച്ച് നേരം ഞാൻ ഈ ബാൽക്കണിയിൽ അങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കേർട്ടനൊക്കെ നന്നായിട്ട് മാറ്റിയിടുകയാണ്. അതായത് എനിക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ നല്ല വെളിച്ചമുള്ളതാണ് ഇഷ്ടം. അപ്പോൾ കേർട്ടനൊക്കെ ഫുള്ളി നീക്കിയിടും. കാരണം നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ ഉള്ളിലുള്ളത് നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. എന്തോ എനിക്കത് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഇരുന്ന് കുറച്ച് നട്ട്സും ഫ്രൂട്ട്സൊക്കെ കഴിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഡേറ്റ്സും കറുത്ത ഉണക്കമുന്തിരിയും ബദാമുമാണ് ഉള്ളത്. പിന്നെ ഫ്രൂട്ടായിട്ട് റോബസ്റ്റാണ് കഴിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയായിരിക്കും. ഇനി നമുക്ക് വേഗം കിച്ചണിലോട്ട് പോകണം. ഇഷ്ടം പോലെ പണിയുണ്ട്. ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെക്കാം കേട്ടോ. ഞാൻ 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് മുട്ട പുഴുങ്ങാൻ വെക്കാറ്. വെള്ളം ഒഴിച്ച് ഒരു വിസിലടുപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് മുട്ട കുറച്ച് പച്ചവെള്ളത്തിൽ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യാറ്. മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അത് കഴിഞ്ഞ് ചോറിനുള്ള പരിപാടിയാണ്. ആദ്യം തന്നെ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചപ്പം അരി കഴുകിയിടുകയാണ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ റാഗി സ്മൂത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ റാഗി സ്മൂത്തീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റാഗി സ്മൂത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹെൽത്തിയുമാണ്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ കുടിക്കാറുണ്ട്. ഇതെനിക്ക് അമ്മ പറഞ്ഞു തന്ന റെസിപ്പി ആട്ടോ. ഇത് വെച്ചാണ് ഞാൻ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തേക്കുള്ള സാലഡിനുള്ള പരിപാടി നോക്കുകയാണ്. ഞാൻ മിക്കവാറും എല്ലാ ദിവസവും സാലഡ് കഴിക്കും. അതും ക്യാരറ്റും കുക്കുമ്പർ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാ ദിവസവും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. ചില ദിവസങ്ങൾ ഞാൻ തലേന്നേ സാലഡ് പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ ഈ സമയം കൂടെ നമുക്ക് ലാഭിക്കാമല്ലോ എന്ന് വെച്ച് ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ആ പരിപാടിയും കൂടെ നോക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച സാധനങ്ങളാട്ടോ. ഇന്നത്തെ ലഞ്ച് മെനു ചീര ഉപ്പേരി, അതായത് ചീരത്തോരൻ, ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി, മോരുകറി. ഈ ഉപ്പേരി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്നാട്ടോ പറയാറ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ മെഴുക്കുപുരട്ടി തോരൻ എന്നൊക്കെ സെപ്പറേറ്റ് പറഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇതേ നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 3 എഗ് വൈറ്റ്സ്, കുക്കുംബർ, ക്യാരറ്റ് ആൻഡ് റാഗി സ്മൂത്തി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ്. ഞാനൊരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലാട്ടോ. അതുകൊണ്ടാണ് എഗ് വൈറ്റ് മാത്രം എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ എഗ് യെല്ലോ കൂടെ കഴിക്കാറുണ്ട്. അങ്ങനെയാകുമ്പോൾ 1 എഗ്ഗാണ് കഴിക്കാറ്. ഇതിപ്പോൾ 3 എഗ് വൈറ്റ്സ് ആണ് കഴിക്കുന്നത്. പ്ലസ് സാലഡും പിന്നെ റാഗി സ്മൂത്തിയാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ ലഞ്ചിൻ്റെ പരിപാടികളിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലഞ്ചിനുള്ളതെല്ലാം മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ മിക്കവാറും വർക്കിംഗ് ഡേയ്സിലൊക്കെ തലേന്നേ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കും കേട്ടോ. ഇതിപ്പോൾ ഉപ്പേരിക്കുള്ള ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മോരുകറിയാണ്, അതും ഞാൻ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. എനിക്ക് രാവിലെയൊക്കെ ഭയങ്കര റിലാക്സിങ് ആയിട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ ആ ഒരു ഹറിബറിയൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെയുള്ള മീൽ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കുമ്പോൾ. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഓരോരുത്തരുടെ ചോയ്സ് ആട്ടോ. നിങ്ങൾക്കിപ്പോൾ രാവിലെ എണീറ്റ് ഫ്രം ദ സ്ക്രാച്ച് എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. പക്ഷേ എന്നെപ്പോലെ രാവിലെ അത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുന്നത് നല്ലൊരു ഐഡിയ ആണ്.
ഞാൻ കുറേ നാളായിട്ട് ചെയ്തു വരുന്നതാണ്. ഇത് എൻ്റെ ടൈം മാനേജ്മെൻറ്റിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാനും ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കുക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലഞ്ച് പാക്കിംഗ് സീൻസ് ആണ്. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലഞ്ച് ബോക്സ് ആട്ടോ. കറക്റ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ദേ ഇന്നത്തെ ലഞ്ച് മെനു നേരത്തെ പറഞ്ഞ പോലെ ചോറ്, ഓംലെറ്റ്, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, ചീരത്തോരൻ. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു. അപ്പോൾ ഇതെല്ലാം ആക്കി മോരുകറി കൂടെ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. സാലഡും കൂടി ഒന്ന് പാക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കുക്കുംബറുമാണ് സാലഡായിട്ട് എടുത്തിട്ടുള്ളത്. ഇതോടെ നമ്മുടെ ലഞ്ച് പരിപാടി കഴിഞ്ഞു. ഇനി പെട്ടെന്ന് റെഡിയായി ഞാൻ ഓഫീസിൽ പോവുകയാണ്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.